ഹായ്, രാവിലെ 7 മണിയായിട്ടുണ്ടേ. ദേ അങ്ങ് ദൂരെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ? ഇവരെല്ലാ ദിവസവും രാവിലെ 7 മണിയാകുമ്പോൾ ഇവിടെ കാണും കേട്ടോ. ഹൊസൂർ കോർപ്പറേഷനിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരാണ്. നല്ല ഒച്ചത്തിൽ പാട്ടൊക്കെ ഇട്ട് വിസിലൊക്കെ അടിച്ചായിരിക്കും ഇവർ വരാറ്. ഇത് കേൾക്കുമ്പം തന്നെ ആൾക്കാരെല്ലാം വേസ്റ്റുമായിട്ട് അവിടെ എത്തിച്ചേരും. ഈ വേസ്റ്റ് എല്ലാം അവർ തരം തിരിച്ച് തന്നെ കളക്ട് ചെയ്യുവേ. അതുപോലെ തന്നെ അന്ന് തന്നെ അവർ പ്രോപ്പറായിട്ട് സംസ്കരിക്കുകയും ചെയ്യാറുണ്ട്. ഫുഡ് വേസ്റ്റ്, ഡൈപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക്, പേപ്പർ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ കളക്ട് ചെയ്യാറുണ്ട്. ഇനി അവർ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും അവർ കളക്ട് ചെയ്തെടുക്കും. അവരവരുടെ ജോലിയോട് 100% നീതി പുലർത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരോട് നമുക്കൊരു റെസ്പെക്റ്റും തോന്നും. ഇതെല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. അതിനായി നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും അവർ വാങ്ങാറില്ല. നമ്മുടെ നാട്ടിലും മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന ഒരു സംവിധാനമുണ്ട്, ഹരിതകർമ്മസേന. അവരെ ഇവരുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. അവരെല്ലാ മാസവും പ്ലാസ്റ്റിക് എടുക്കാനാന്ന് പറഞ്ഞ് വരാറുണ്ട്. യൂസർ ഫീ ആയിട്ട് 50 രൂപയും വാങ്ങാറുണ്ട്. പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും 50 രൂപ നിർബന്ധമാണ് കേട്ടോ. ഇതെല്ലാം പോട്ടെന്ന് വെക്കാം, പക്ഷെ ഇവർക്ക് കുറേ നിബന്ധനകളുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൽ വെള്ളം കാണാൻ പാടില്ല, അഴുക്ക് കാണാൻ പാടില്ല, കഴുകി ഉണക്കി കൊടുക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ഗണത്തിൽ ഡൈപ്പർ വേസ്റ്റോ സാനിറ്ററി പാഡ്സോ ഒന്നും തന്നെ ഉൾപ്പെടുത്തില്ല. ഈ ഡൈപ്പറിൻ്റെ വേസ്റ്റൊക്കെ പിന്നെ എന്താ നമ്മൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ അവർ പറയാറുണ്ട് അതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചാൽ പോരെയെന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മാലിന്യ സംസ്കരണ സംവിധാനമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ വോട്ട് ചെയ്ത് വിടുന്ന ജനപ്രതിനിധികൾ ഇനിയെങ്കിലും ഇതിനുവേണ്ടി സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.